ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓണമൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിലെ കൂടെയൊക്കെ ഓണത്തിനൊന്ന് പുറത്തു പോയി. ഞാൻ അങ്ങനെയാണ് എൻജോയ് ചെയ്ത്. പിന്നെ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഡ്യൂഡിഎക്സ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ പറയണം, അല്ലെ ഇതിനോട് മറന്നു പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരും. എന്തിനാ ഗൈസ്? ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അല്ല, സ്പെഷ്യൽ ഡേ അല്ല. ഇന്നത്തെ ഡേ എന്താന്ന് വെച്ചാൽ നമ്മുടെ മമ്മീച്ചി രാവിലെ തന്നെ പുറത്തു പോയി ഗൈസ്. രാവിലെ തന്നെ പുറത്ത് കോഴിക്കോട് എങ്ങോട്ടോ പോയതാണ് കേട്ടോ. ചിലപ്പോൾ അവിടെ സ്റ്റേ ആയിരിക്കും. സോ ഞാൻ മാത്രമാണ് വീട്ടിൽ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് കഴിച്ചോ പറഞ്ഞിന്. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലായിരുന്നില്ലെങ്കിൽ, ഞാൻ വീട്ടിലായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ തന്നെ കഴിക്കുന്നില്ല, എപ്പോഴെങ്കിലും കഴിക്കുന്നത്. അതുള്ളതും പോവും ചുമ്മാ അവിടെ ഇവിടെയും. എന്തിനാ നമ്മൾ വെറുതെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നേ ഉള്ളൊരു വിചാരമാണ്. സോ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ആകെ മാറാൻ പോവുകയാണ്. ഇത് നമ്മളുടെ വീടാണ്. ഇന്ന് രാവിലെ തന്നെ, അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ചിട്ടാണ്. രാവിലെ തന്നെ എണീച്ച് പറഞ്ഞപ്പോൾ 10-10:30. എന്നാലും രാവിലത്തെ എണീച്ച് ഇനിയിപ്പോൾ താഴത്ത് ചിലപ്പം മമ്മിച്ചി ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവില്ല. പോകുമ്പോൾ തന്നെ രാവിലത്തെ ഉച്ചയത്ത് രാത്രിത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവുക. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മമ്മി ഫുഡൊന്നും ഉണ്ടാക്കണ്ടേ, എന്തിനാ, ഞാൻ ഇത്രയും പോത്ത് പോലെ വളർന്നില്ല, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാലും മമ്മി ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്തെങ്ങാനും ഉണ്ടാക്കിക്കോട്ടെ. അത് നമുക്ക് ആദ്യം പോയി നോക്കാം. അല്ലെങ്കിൽ നമുക്കിന്ന് ഫുഡ് ഉണ്ടാക്കണം. ആൻഡ് പിന്നെ ഫുഡ് മാത്രമല്ല, വീടൊക്കെ ക്ലീൻ ആക്കി വെക്കണം. ഇമ്മ വരുമ്പോഴും ഈ വീട് ഇമ്മ പോയതിനെക്കാട്ടിലും അസലാക്കിയിട്ട് വീട് വെക്കണം. അതാണ് എൻ്റെ ഇന്നത്തെ ഒരു ടാസ്ക്. ഇന്നത്തെ ടാസ്കിലെ പോകുന്ന മുമ്പേ നമുക്ക് ലാസിനെ കൂട്ടിനിറക്കാം. ലാസി ശരിക്കും എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ ഞാൻ രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ ഞാൻ കൂട്ടിലേക്ക് ഇട്ടിട്ടോ. കാരണം അതിന് രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഇനിയിപ്പോൾ ആ ചെയ്ത് കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് പുറത്തിറക്കിയിട്ട് അതിന് ഫുഡ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ടാസ്കിലേക്ക് എടുക്കാം. ലാച്ചി പ്രഭാത കൃത്യങ്ങൾ ചെയ്തോ? ചെയ്തോ? കുറച്ചുകൂടി ടൈം വേണം ചെയ്യാൻ. കാര്യം മറന്ന് ഞാൻ ഫുഡ് എടുക്കാൻ പോകണം. പക്ഷെ ഞാൻ ഫുഡ് എടുക്കുന്നില്ലേ. ഞാൻ ഇതിനൊരു സംഭവം പഠിപ്പിച്ചിനെ, അത് ചെയ്യട്ടെ നോക്കട്ടെ. അങ്ങനെ എന്നിട്ടേ ഞാൻ ഫുഡ് എടുക്കുള്ളൂ. എന്താ ഇങ്ങനല്ല ശരിക്കും. ഇവിടെ ഇങ്ങനെ വന്ന് ഉമ്മക്ക് തരാനുണ്ട്. ചിലപ്പോൾ ഇന്ന് ലാജി ഷൈ ആയിട്ടായിരിക്കും. തരുന്നില്ല ഇന്ന്. ഇത്ര ചാടാ. എന്തത്ര വാക്ക് അച്ചടോ. ഇങ്ങനെ എന്നോട് ചോദിക്കേട്ടോ. കാരണം ഒരു വട്ടം അങ്ങനെ എന്തോ ചെയ്ത്. അപ്പോൾ ഞാൻ അത് ശരിക്കും ഫുഡിന് വേണ്ടിയല്ലായിരുന്നു. പക്ഷെ ഞാൻ പോയി കുറച്ച് ഫുഡ് ഇട്ട് എടുത്തിട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഫുഡിൻ്റെ ആവശ്യമാണ്. ഫുഡ് വേണം ഇന്നെ എടുത്ത് വന്നിട്ട് നക്കുമൊക്കെ ചെയ്തിട്ട് പോവും. ഇപ്പോൾ തീറ്റി കൂടി. ആ വലിയ പാത്രം 3-4 ദിവസം കൊണ്ട് അത് തീർന്ന്. എന്ത് തീറ്റത് കഴിക്കുന്നത്? അത് മാത്രം ഞാൻ ശ്രദ്ധിച്ച് ഇതിൻ്റെ വെയിറ്റും കൂടി. ഇപ്പോൾ അതിനെടുക്കുമ്പോൾ ഭയങ്കര വെയിറ്റ്. എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ആ വെയിറ്റ്. ആസിക്ക് ഫുഡ് കൊടുത്തില്ല. ആസിൻ്റെ പ്രഭാത കൃത്യങ്ങളും പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് നമ്മളെ പ്രഭാത ഭക്ഷണം നമുക്കിവിടെ റെഡിയാക്കാം. നോക്കിയപ്പോൾ ഇവിടെ വെള്ളയപ്പമാണ് ഇന്ന്. വെള്ളപ്പം ഓൾറെഡി 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. വെള്ളപ്പം കറിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ നോക്കി വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ചുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വെള്ളപ്പം ചുട്ട് നോക്കിയാലോ. ഞാൻ ഇതുവരെ വെള്ളപ്പം ചുട്ട് നോക്കിയിട്ടില്ല. പൂ പോലെ ഇങ്ങനെയുള്ള നമുക്ക് വെള്ളപ്പം ചുട്ട് നോക്കാം. വെള്ളപ്പം ട്രൈ ചെയ്ത് നോക്കില്ല എന്നൊരു പരാതി വേണ്ട. ബോട്ടിൽ എന്തിനാ എനിക്കറിയില്ല. എന്തായാലും ഒരു മെഴുക്ക് നമുക്ക് പരട്ടാം. തുള്ളി മതി, തുള്ളി. നമ്മളിവിടെ മെഴുക്കൊക്കെ പരട്ടും. എനിക്ക് ഓർമ്മയില്ല, ഇത്ര മതിയോ എനിക്ക് ഓർമ്മയില്ല മെഴുക്ക്. ഇത് നമ്മൾ ഇനി ചൂടായിട്ട് വരുമ്പോൾ, ചൂടായിണ്ടോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ ഒരു കയ്യിലുള്ളൊരു ഐഡിയ ആണ്. പാനിൻ്റെ മേലെ, അല്ല പാനിന് തൊടണ്ട, അതിൻ്റെ മേലെ ഇങ്ങനെ കൈ വെച്ച് വയ്ക്കാൻ. അപ്പോൾ നമുക്ക് കൈമേൽ ചൂട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പാന് ചുറാന്ന് പറഞ്ഞിട്ടുള്ള ചൂടായി. ചൂട് വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വേഗം ഇങ്ങനെ തിരിക്കുക. നമുക്ക് തൽക്കാലം കറക്റ്റ് റൗണ്ട് ആക്കാം കേട്ടോ.
ശരിയാവില്ല. നോക്കിയേ, ഇതൊരു ഭംഗിയുള്ള ഒട്ടട അല്ല, എന്തൊരു ഭംഗിയുള്ള വെള്ളയപ്പം. പൊടി വെക്കാം. യെസ്, കുഴപ്പമില്ല. പിന്നെ വെള്ളയപ്പം നമ്മൾ മറിച്ചെടുത്തൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചു, എനിക്ക് ശരിക്കും വെള്ളയപ്പം എങ്ങനത്തെ വെള്ളയപ്പം ഇഷ്ടമറിയോ? നടുവിൽ ആ സെൻറ്ററിൽ കുറച്ച് ഇത് വേണം, കട്ടി വേണം. എനിക്ക് അത് ഇഷ്ടം. പക്ഷെ എൻ്റെ എല്ലാം റെഡി ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം വെള്ളയപ്പം ചൂടുന്നിട്ട് ഇതൊരു ട്രൈ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് കുറച്ചുകൂടി മാവിട്ടിട്ട് ഇങ്ങനെ വേഗം ആക്കണമായിരുന്നു തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ 3 എണ്ണം ഉണ്ട് നല്ലത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വെള്ളയപ്പം അത് കട്ടി കുറച്ച് കുറഞ്ഞു പോയിട്ട് കുഴപ്പമുള്ളൂ കേട്ടോ. നല്ലോണം കിട്ടുന്നുണ്ട്. സൈഡിൽ ചെറുതായിട്ടേ കട്ടി കുറഞ്ഞതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. ശരിയാ, കട്ടി കുറഞ്ഞാലും രസമുണ്ട് കാണാൻ. നോക്കി കണ്ടോ? എനിക്കാണെങ്കിൽ ഈ സൈഡൊക്കെ ഭയങ്കര നെരിഞ്ഞത് എനിക്കിഷ്ടം, കറുമുറി ചെല്ലുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇത് സെറ്റാ. പക്ഷെ വെന്തില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഇവിടെ നോട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം, നമുക്ക് കഴിക്കാം. ഗൈസ്, നമുക്ക് കുറച്ച് ഗെയിം കളിക്കാം. ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, ഫുഡിനെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്കുള്ളത് രാത്രിത്തെ എല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് ഫുഡിന് ഇത് എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലീനിങ് പറഞ്ഞാൽ വീട് ഓൾറെഡി ക്ലീനാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൂട്ടാൻ പോകുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയാലോ ഒന്നും മനസ്സിലാവാനും പോകുന്നില്ല. അപ്പം പിന്നെ നമുക്ക് പറ്റിക്കാം. അതുകൊണ്ട് ക്ലീന് വേണ്ട. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഗെയിം കളിക്കുക. പക്ഷെ എന്താ വെച്ചാൽ താഴത്ത് ഭയങ്കര സൈലൻ്റാണ്. ഞാൻ ശരിക്കും അങ്ങനെ ആരും ഇല്ലെങ്കിലൊന്നും ഞാൻ ഗെയിം കളിക്കാറില്ല. കാരണം നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കളിക്കുകയാണ്. താഴത്തെങ്ങാനും ആരും വന്ന് ടിങ് ടോങ് എങ്ങാനും അടിച്ചാലൊന്നും നമ്മൾ കേൾക്കത്തില്ല. പക്ഷേ ഗെയിം കളിക്കാം. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. അതാകുമ്പോൾ നമുക്ക് തോന്നെ കാലത്തിന് ശേഷം കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ പ്രോ ആണെന്നാണ് എല്ലാവരോടും പറയാറ്. ഇപ്പോൾ എൻ്റെ കളി കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ. ഞാൻ പ്രോ അല്ല. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് തീരെ കളിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഗെയിം കളിക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ ടൈപ്പുള്ള ടെക്നിക്സ്, സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. ഞാൻ കളിക്കുന്ന ഗെയിം ഫാർലൈറ്റ് ആണ് കേട്ടോ. ഫാർലൈറ്റാണ് ഞാൻ കളിക്കുന്നത്, PC വേർഷന്. സോ അതിലത്തെ അതിലത്തെ മാപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൽ ഓരോ സൂപ്പർ പവേഴ്സാണ് ഓരോരുത്തർക്ക്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, A new Reaper has arrived. The Reaper? Looks like I've got my next target. Everyone's in the safe zone. The chariot drives me forward. The world is under my control. No exceptions. Taking fire. Knock down the enemy. Reloading. Don't rush me. Another one knocked down. No sweat loss. The chariot. Enemy squad defeated. Reloading. Wait up. Reloading. Wait up. I'm under attack. Reloading as fast as I can. Wait a sec. Right, there's healing. Careful, everyone. Enemy defeated. Another enemy knocked down. I can do it too. Enemy squad defeated. That's a wrap.
Enemy down. Refilling ammo. On my way. Next safe zone confirmed. And we're already in it. Another enemy knocked down. I can do it too. Fire. Enemy down. The chariot drives me forward. Reloading. Wait up. Spawn in the air. Side by side. ഞാൻ നല്ലോണം കളിക്കുന്നതാണ്. ഓക്കെ, ഞാനിത് മുമ്പ് കളിച്ച ബാറ്റിംഗ് ചെയ്ത് കാണിച്ചത് എൻ്റെ സ്കോർ എനിക്കിത് കളിക്കും ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുന്നു. നല്ലോണം ഞാൻ Open fire. എവിടെ പോകുന്നത് The chariot drives me forward. Reloading. Wait up. Yes, we're right through that shield. Enemy squad defeated. Too easy. That's a wrap. I'm getting packed. I got another. Right through their shield. Another enemy knocked down. I did it! I just took down an enemy. Took down an enemy. On my way. Enemy defeated. ഈ ഗെയിം പ്ലേ കണ്ടിട്ടൊന്നും എന്നെ നിങ്ങൾ വിലയിരുത്തരുത്. പ്ലീസ് 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 വിലയിരുത്തരുത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ നൈറ്റ് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് സെറ്റിങ്സ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചില ഗണ്ണിൽ സ്കോപ്പ് സൂം സ്കോപ്പ് വരേണ്ട അങ്ങനത്തെ കുറച്ച് സെറ്റൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സൂമിങ് സ്കോപ്പ് അങ്ങനത്തെ 2x സ്കോപ്പൊക്കെയാണ് കിട്ടിയത്. ഞാൻ അധികം ആ 2xലൊക്കെ ഞാൻ കളിക്കാറുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഇന്നത്തെ ഡേ ഫസ്റ്റ് ഡേ കളിക്കുന്നത്. എപ്പോഴും ഫസ്റ്റ് ഡേ കളിക്കുമ്പോൾ ഒരുമാതിരി ഇതായിരിക്കും. പിന്നെ അവിടെ മൗസ് ഭയങ്കരമായിട്ട് സ്പീഡ് ആവുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കണം. ഇന്നലെയൊക്കെ സെറ്റ് ചെയ്തു. അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ എന്താ വെച്ചാൽ ഈ ഫാർലൈറ്റ് നമുക്ക് പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തത് ഇത് ഇടയ്ക്ക് എന്തോ ഇന്ന് പറക്കുന്ന പോലെ ഇങ്ങനെ ചെറിച്ച് പോവും. പിന്നെ നമുക്ക് ഒരു ഷീൽഡ് വരും. പിന്നെ ഒരു ഗിഫ്റ്റ് ഇടുമ്പോൾ അത് നമ്മളെ സഹായിക്കും. ജസ്റ്റ് ഒരു എന്താ പറയുക തീ വാർത്ത സാധനം തുപ്പ് എന്തോ ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇതിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സ്കില്ലതിൽ യൂസ് ചെയ്യാറില്ല. ആ സ്കില്ല് യൂസ് ചെയ്യുമ്പോൾ ഒക്കൂടി എൻ്റെ ഇത് ഫുള്ള് ഇതായിപ്പോവും. കാരണം ഒന്നാമത് ഇപ്പോൾ ഒരുപാട് കളിക്കാതെ കളിക്കുന്നുണ്ടാണ് ഞാൻ അധികം ഗണ്ണ് വെച്ചിട്ട് കില്ല് ചെയ്യാറ്. എന്താ പറയുക ഇന്ന് വന്ന് ഫുള്ളും കുറച്ച് അത്ര കളിക്കാൻ കഴിയാത്തവരാണ് തോന്നുന്നത് ഓപ്പോസിറ്റ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഭയങ്കര ഡിഫിക്കൽട്ടാണ് കളിക്കാൻ. എന്നാലും കുഴപ്പമില്ല. എൻ്റെ റെക്കോർഡ്സ് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു മൂവ് ചെറുതായിട്ട് കുഴപ്പമില്ലാതെ കളിച്ച് വരുന്നുണ്ട്. ഞാൻ സീനാ തോന്നിയ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നതാ. ഫുഡ് തരാൻ വേണ്ടി വന്നതല്ല. ഓക്കേ. പിന്നെ നമ്മൾ ഗെയിം റെക്കോർഡ് ചെയ്തതിന് സ്ക്രീന് ചെറിയൊരു പ്രോബ്ലം. ഞാൻ ഫസ്റ്റ് ടൈമാണ് PC റെക്കോർഡ് ചെയ്തിട്ടില്ല സ്ക്രീൻ റെക്കോർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ കുറച്ച് ചെറുതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഗെയിം പ്ലേ ഫുൾ സ്ക്രീനിലല്ലായിരിക്കും. സോ നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റാക്കാം. ഞാൻ ശരിക്കും ഒരു സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്താലോ. അല്ല എനിക്ക് കഴിവുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ അല്ലേ പഠിച്ച് വരിക. ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് എന്തൊക്കെയോ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഒറ്റക്കാണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗെയിം കളിച്ചിരിക്കണം. ആരില്ലല്ലോ
ചോദിക്കാനും പറയാനും. TV കാണണം, ഗെയിം കളിക്കണം, TV കാണണം, ഗെയിം കളിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ലച്ചി ബൈ ബൈ പറഞ്ഞേ.